ആദ്യം എല്ലാവരെയും പരിചയപ്പെടുത്താം. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ അരിമ ശിഷ്യൻ തുടങ്ങി വരുന്നതേ ഉള്ളൂ. പുള്ളി നമ്മുടെ ഏരിയയിൽ നിന്നാണ് കണ്ടത്, റീൽസിൽ നിന്ന് കണ്ടതാണോ അതോ യൂട്യൂബിൽ നിന്നാണോ? ആദ്യം റീൽസ്, യൂട്യൂബിൽ ഇൻസ്റ്റ ഉണ്ടായില്ല ടൈമില്. അപ്പൊ ഇൻസ്റ്റ എടുത്തപ്പോ കുറെ വീഡിയോസ് ഇത് അടുത്താണല്ലോ, അങ്ങനെ ഞാൻ വന്നിട്ട്. അപ്പം നമ്മുടെ പ്ലാനിങ്ങും പുള്ളി ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്ന ഉറപ്പായിട്ടും വ്യത്യാസം കാണും. ഞങ്ങളിപ്പം കട്ടിങ് ഫേസ് ആണെന്നറിയാലോ, ഞാൻ കുറച്ച് ഡെഡിക്കേറ്റഡ് അത് കാരണം. അതെ, അല്ല ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചത് ലൈക്ക് ഉറപ്പായിട്ടും എല്ലാവർക്കും ഡിഫറെന്റ് പാറ്റേൺസ് കാണും ചെയ്തു വരുന്നത്. അങ്ങനെ ഓൺ ആൻഡ് ഓഫ് ഡയറ്റ് ഇല്ല. പക്ഷെ ഇതുണ്ടോ, ഇതൊക്കെ കാണുമ്പോഴേ അറിയാം. അതുണ്ടോ സെറ്റായിട്ടാ നിൽക്കുന്നത്, ട്രാപ്സ് ഒക്കെ അവിടെ എറിച്ചാ നിൽക്കുന്നത്. അപ്പൊ നമുക്ക് ഫുൾ സ്റ്റെറോയിഡ് ഇത് നല്ലപോലെ അറിയിക്കും. നമ്മുടെ ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ റൊട്ടേറ്റർ കഫ് വാം ആകുക എന്നുള്ളതാണ്. റൊട്ടേറ്റർ കഫ് വാം ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ എഴുതിരിക്കണ്ടേ, നമ്മൾ മാക്സിമം കൈ ഇങ്ങനെ തന്നെ മാക്സിമം പുറത്തോട്ട് കൊണ്ടുവയ്ക്കേ. ഒരു പോയിന്റ് നിന്ന് പോകും, നമ്മുടെ റിയർ ഡെൽറ്റ് ആക്ടിവേറ്റ് ആവും. റിയർ ഡെൽറ്റ് ഭയങ്കരമായിട്ട് ടൈറ്റ് ആകും. ആ ടൈറ്റ് ആകുന്ന പോയിന്റ് നമുക്ക് പിന്നെ പുറത്തോട്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് സൈഡിലോട്ടാക്കുക, എന്നിട്ട് ആ ഒരു പ്രഷർ നിർത്തിക്കൊണ്ട് തന്നെ ഇങ്ങനെ കറക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ ഈ കുഴ തിരിക്കുകയാണ്, കുഴ റൊട്ടേറ്റ് ചെയ്യുക. ഇത് മാക്സിമം കൈ നൂർത്തി തന്നെ, കൈ ഇങ്ങനെ പോകാതെ ഇങ്ങനെ തന്നെ ആ റൊട്ടേഷനാണ് കിട്ടേണ്ടത്. നമ്മുടെ റൊട്ടേറ്റർ കഫാണ് നമ്മൾ വാം ചെയ്യുന്നത്. ഒരു 6 to 8 റെപ്പറ്റീഷൻ ചെയ്യും. മാക്സിമം ബോഡി നേരെ നിർത്തേ. നിനക്ക് ശരിക്കും പറഞ്ഞാൽ കുറേ ടൈം വേസ്റ്റിംഗ് വാമപ്പ്. അതിന് റിവേഴ്സ് അങ്ങനെയല്ല, ഞാൻ വാമപ്പ് ചെയ്യും. പക്ഷേ ഇപ്പോൾ ചെസ്റ്റിനാണെങ്കിൽ ഞാൻ ആദ്യം പോയിട്ട് ചില പുഷപ്പ് അടിക്കും. പിന്നെ അത് കഴിഞ്ഞാൽ കേബിളിൽ ഫ്ലൈ ഇല്ലേ, ലൈറ്റ് വെയിറ്റ് ആയിട്ട് 2 സെറ്റ് ചെയ്യും. അതിന് നേരെ ഞാൻ പോകും. എന്നെ സംബന്ധിച്ചോളം ഞാൻ നോക്കിയിട്ട് ഞാനിത് ചെയ്യുന്നത്, എനിക്ക് ആദ്യം മറ്റേ ബെഞ്ച് ചെയ്യാൻ സ്ഥിരം മറ്റേ ഒരു ഷോൾഡറിന് ടൈറ്റ് ആകത്തില്ലേ, ആ ഒരു സീൻ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് റിയർ ഡെൽറ്റ് ആക്ടിവേറ്റ് ആകാഞ്ഞിട്ടായിരുന്നു. അന്ന് ഞാൻ റിയർ ഡെൽറ്റ് ഇങ്ങനെ വർക്കൗട്ട് ചെയ്യാറില്ലായിരുന്നു. അന്നേരം എനിക്കത് സീനായി വന്നപ്പോഴത്തേക്കും ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കാൻ പറഞ്ഞിരുന്നത് ഷോൾഡറിന് സ്ഥിരം പെയിൻ വരുന്നത് ഒരു മസിൽ കൂടുതൽ ആക്റ്റീവാണ്. എൻ്റെ ഫ്രണ്ട് ഡെൽറ്റോട് പണ്ട് ചെറുപ്പം തൊട്ട് എനിക്ക് ഭയങ്കര ഡെവലപ്മെൻ്റ് ഉള്ളൊരിത്. അപ്പോൾ ഫ്രണ്ട് ഭയങ്കരമായിട്ട് ആക്റ്റീവ് ആകുന്നുണ്ട്, റിയറിൽ നിന്ന് സപ്പോർട്ട് പോകുന്നില്ല. അതായിരുന്നു പ്രശ്നം. അപ്പോൾ റൊട്ടേറ്റർ കഫ് പ്രോപ്പറായിട്ട് വാംപ് ചെയ്യുക, റിയർ ഡെൽറ്റ് ട്രെയിൻ ചെയ്യുക, അതായിരുന്നു എനിക്ക് കിട്ടിയ അഡ്വൈസ്. അതുപോലെ തന്നെയായിരുന്നു കാല് എനിക്കൊരു സീനുണ്ടായിരുന്നു. ചെറുപ്പത്തിൽ ഒത്തിരി ഓടുമായിരുന്നു, അപ്പോൾ കാഫ് ഭയങ്കര സ്റ്റിഫായിരുന്നു. എന്നിട്ട് മുട്ടിന് മറ്റേ വേദന വരുമായിരുന്നു. മറ്റേ ഇത് വലിയത്തില്ലേ, മറ്റേ ഈ മറ്റേ ഒരഞ്ഞൊരഞ്ഞ് ആ സംഭവം ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ മറ്റേ നീ സ്ലീവ് ഇട്ടാണ് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അവർ പറഞ്ഞ് ക്വാഡ്സ് ട്രെയിൻ ചെയ്യണമെന്ന് പറയും. അന്ന് ക്വാഡ്സ് ഇല്ലായിരുന്നു. ഇപ്പോഴാണെങ്കിലും ഇതുണ്ടോ, നമ്മുടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വന്നപ്പോഴത്തേക്കും കാൽ ട്രെയിൻ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രെയിൻ ചെയ്യുന്നുണ്ട്, പക്ഷെ ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഇല്ല. പക്ഷേ ഇത് എനിക്കാണെങ്കിൽ ഇവിടെ എനിക്ക് കുഴപ്പമില്ല, കാഫ്സ് അങ്ങനെ വരുന്നില്ല. കാഫ്സ് എനിക്ക് ടൈറ്റ് ചെയ്യാൻ നേരം മാത്രമല്ല, ഇങ്ങനെ എനിക്കും അതുണ്ടോ, അത് ടൈറ്റാക്കിയാലുള്ള അത് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു ഇരിക്കല് പോലെ സീനാണ്, അത് മാറ്റി എടുക്കണം. ഇപ്രാവശ്യം ഞാൻ ചെസ്റ്റ് ഗ്രോ ചെയ്യാൻ വേണ്ടിയായിരുന്നു ഇത് കഴിഞ്ഞിട്ട്. മെയിനായിട്ട് നമ്മുടെ ഇന്ത്യൻസിൻ്റെ അങ്ങനെയാണ്. പക്ഷെ വെയിറ്റ് ഉള്ള എല്ലാവർക്കും, തടിയന്മാരുടെ എല്ലാവരുടെയും കാര്യം വെച്ചിട്ടുണ്ടോ, കാഫിനെ പറ്റി പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, മിത്തായിരിക്കാം പക്ഷെ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. കൂടുതലും ആൾക്കാർ കാഫ് ഗ്രോ ചെയ്തിട്ടുള്ളത് ഓൾഡ് സ്കൂളിൽ കാഫ് ഗ്രോ ചെയ്തിട്ടുള്ള അവർ കൂടുതലും ട്രെയിൻ ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ അവർ മറ്റേ സ്റ്റാറ്റിക് ഹോൾഡ് ഇല്ലേ, അതായത് ഇങ്ങനെ വെയിറ്റ് എടുത്തിട്ട് പിന്നെ ഇത് ചെയ്യുന്നില്ല, ഇങ്ങനെ പിടിച്ച് നിർത്തിയേക്കുക, മാക്സിമം വെയിറ്റ് ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കുക. അവരുടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു, കൂടുതൽ ഈ മസിലിൽ വെയിറ്റ് പോകും തോറും അത് ഗ്രോ ചെയ്തുകൊണ്ടേ ഇരിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ തടിയന്മാരായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ആ ബോഡി ഫുള്ള് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അത്ര അകത്ത് ഇരിക്കുകയാണ്, ആ ഹോൾഡിൽ അത് ഡെവലപ്പ് ആകുകയാണ്. അതാണ് മെയിൻ. ഇതും ആപ്സും അതെ, നമ്മളെ സംബന്ധിച്ചോളം സ്കിന്നി ആയിട്ട് വന്നവർക്ക് എന്ത് വെയിറ്റ് പാറിപ്പറന്ന് കിടക്കുമല്ലേ. അപ്പോൾ ഐഡിയലി നമ്മുടെ വാമപ്പിന് ഇനി ഒരു സാധനം കൂടെ ഉണ്ട്, പക്ഷെ അതവിടെ ആ പെണ്ണ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിനിടയ്ക്ക് പോയി കയറണ്ട. അത് ഈ സാധനമായിരുന്നു, മറ്റേ കേബിൾ വെച്ചുള്ള ഇതില്ലേ, അത് കുഴപ്പമില്ല, നമുക്ക് ചുമ്മാ കൈവച്ച് തന്നെ ചെയ്യാം തൽക്കാലം. ഡമ്പലുണ്ടല്ലോ, എന്നിട്ട് നമുക്ക് ഐശ്വര്യമായിട്ട് അപ്പുറത്തെ സൈഡിലോട്ട് പോവാം. ഞാൻ പറഞ്ഞത് ഡബ്ല്യു എൻ ബീഫിൻ്റെ. അപ്പോൾ അവർ ടെസ്റ്റ് ചെയ്യും, നമ്മൾ നാച്ചുറൽ ആണെന്നുള്ളത് എല്ലാം അവർ തന്നെ ടെസ്റ്റ് ചെയ്യും അവിടെ തന്നെ. അപ്പോൾ അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് നൊവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ ഇറങ്ങാത്തത്, നമ്മൾ ഇതുവരെ പ്രൊഫഷണൽ ഒന്നും ഇറങ്ങിയിട്ടില്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നൊവീസ് എന്നും പറഞ്ഞ് കാറ്റഗറി പോയി ഇറങ്ങാൻ പറ്റും. അപ്പോൾ അതിൽ നമുക്ക് ബോഡി ബിൽഡിംഗ് ഇറങ്ങാം, മെൻസ് ഫിസിക് ഇറങ്ങാം, രണ്ടും വേണം ഇറങ്ങാം. ഞാൻ രണ്ടിനും ഇറങ്ങാൻ പോവാം. അതിന് തിരിക്കും എങ്ങനെയാണെന്ന് അവർ ഇട്ടിട്ടില്ല. മെൻസ് ഫിസിക്കിന് ഹൈറ്റും വെച്ച് തിരിക്കുമെന്ന് ഇട്ടേക്കുന്നത്.
പിന്നെ ബോഡി ബിൽഡിങ്ങിന് മാത്രം 1 മിനിറ്റിൻ്റെ മ്യൂസിക് നമ്മൾ അയച്ചു കൊടുക്കണം. നമുക്ക് 1 മിനിറ്റിലെ മ്യൂസിക് പോസ് ഉണ്ട്. പോസ് സീൻ എനിക്ക് പഠിക്കണം. നാളെ ഓഫ് ആയതുകൊണ്ട് നാളെ ഞാൻ വന്ന് പഠിപ്പിക്കാനല്ലോ. അല്ല, ഞാൻ തന്നെ പഠിക്കും യൂട്യൂബിൽ. അപ്പോൾ നമുക്ക് ഇന്ന് ചെയ്യാനുള്ള ആദ്യത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത് മെയിനായിട്ടുള്ളത് ആംസാണ്. പക്ഷേ നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ലാറ്റ്സ് കുറച്ച് ആക്ടിവേറ്റ് ചെയ്യുന്ന രീതിയിൽ ക്ലോസ് ഗ്രിപ്പ് പുൾ ഡൗണും ഒരു കേബിൾ ക്രോസ് ഓവറും. അപ്പോൾ ക്ലോസ് ഗ്രിപ്പ് പുൾ ഡൗൺ നമ്മൾ അധികം വെയിറ്റ് പോകുന്നില്ല, മാക്സിമം ലാറ്റ്സ് ആക്ടിവേറ്റ് ചെയ്യുകയാണ്. ബോഡിയോട് ചേർത്ത് ഇങ്ങനെ എൽബോ ഇങ്ങനെ താത്തുവാണ്, എൽബോ ഇങ്ങനെ ബോഡിയോട് ക്രോസ് പോവാണ്. അപ്പോൾ ഇവിടെ ആക്ടിവേറ്റ് ആകും. നമ്മൾ കൈവച്ച് കഴിക്കാൻ നോക്കി കഴിഞ്ഞാൽ ഫോർ ആം ആക്ടിവേറ്റ് ആകും, അപ്പർ ബാക്ക് ആക്ടിവേറ്റ് ആകും. അപ്പം ക്ലോസ് ഗ്രിപ്പ് ഒന്നും കൂടെ എഴുതിക്കോ. ബ്രാക്കറ്റിലായിരിക്കും. അല്ല, ഒരു വെയിറ്റ് ചൂസ് ചെയ്തോ, അതൊരു 15 റെപ്പറ്റീഷൻ പോകണം. ഞാൻ മറ്റേ വൈഡാ ചെയ്യാറ് നോർമലി, അത് ചെയ്യും. പിന്നെ അതിൽ വേറൊരു സാധനമില്ല, ഇങ്ങനെ എത്ര ഒരു എൽബോ നേരെ താഴോട്ട് പോകും, ഇങ്ങനെ സൈഡിലോട്ട് ഫ്ലെയർ ചെയ്ത് പോരും നേരെ താഴോട്ട്. അപ്പോൾ ഇവിടെ ആക്ടിവേറ്റ് ആവും. ഇവിടമല്ല, ഇവിടം കിട്ടുന്നുണ്ടെങ്കിൽ കയ്യിൽ നിന്നാണ് വലിക്കുന്നത്. ഇവിടെ ആക്ടിവേറ്റ് ആവും. താഴോട്ട് പോയി ചെസ്റ്റിലോട്ട് ഇനിയും വരണം, മുന്നോട്ട് ഇങ്ങനെ. അപ്പോൾ ഇവിടെ വേണോ ആക്ടിവേറ്റ് ആകുന്നേ? കുഴപ്പമില്ല, ഓട്ടെ, നല്ലതാ. വെയിറ്റ് കുറച്ചും കൂടെ ആയിരുന്നു. ആഴ്ചയായിട്ടല്ല, അടുത്ത കൂടെ. ആദ്യത്തെ സെറ്റ് വെയിറ്റ് തോന്നിയില്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ കൂട്ടിക്കോണം കേട്ടോ. 1-2 എണ്ണം ഇൻറ്റൻസിറ്റി തോന്നുന്ന പോലെ. കൊള്ളാം. എൽബോയെ ഞാൻ പറഞ്ഞാലും മാക്സിമം ബോഡിയോട് ചേർത്ത് തന്നെ വലിച്ചുകൊണ്ട് പോകും. ഒരു കാര്യം ചെയ്യ്, തമ്പ് പുറത്ത് പിടിക്കുക, എന്നിട്ട് ഇവിടെ ഈ സൈഡിൽ പിടിച്ചോ, മേളിൽ പിടിക്കുക. എന്നിട്ട് ഇങ്ങനെ പിടിച്ചോ, എന്നിട്ട് അവിടെ സൈഡിൽ ചെരിച്ച് പിടിക്കുക. ഒന്ന് കൈവിട്ടെ, ഇങ്ങനെ പിടിച്ചോ. അതെനിക്ക് മറ്റേ നമ്മളാ ഈ ഒരു ഗ്രിപ്പ് പിടിക്കത്തില്ലേ, സിംഗിളാം പിടിക്കുമ്പോൾ ഇങ്ങനെ വലിക്കില്ലേ, അപ്പോൾ നമ്മൾ ഇങ്ങനെ ഗ്രിപ്പ് കിട്ടത്തില്ലേ, അത് സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ ഇങ്ങനെ വരും, അവിടെ റെസ്ട്രിക്റ്റ് ആയി പോയി കഴിയും. കൊള്ളാം. ഫുള്ള് വിട്ടോ, കൈ ഫുള്ള് സ്ട്രെച്ച് ആയിക്കോട്ടെ. ഓക്കെ, ഞെട്ടണല്ലോ ഉണ്ട്. 10 ഈ ലെവലിടാറുന്നിട്ട്. മനസ്സിലായി. ഇത് മേളിൽ നിന്ന് നമ്മുടെ ഇവിടെ ഇല്ലേ, നമ്മൾ മറ്റേ പുൾ ഡൗൺ ചെയ്യുമ്പോൾ നമ്മൾ സൈഡിൽ നിന്ന് ഇങ്ങനെ ഇതാക്കത്തില്ലേ, അല്ലെ പുള്ളപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഇതാക്കത്തില്ലേ, അത് നമ്മൾ ക്രോസ് ചെയ്യുകയാണ്, ഇങ്ങനെ എടുക്കുകയാണ്. എന്നിട്ട് ഇവിടെ ഫ്ലെക്സ് ചെയ്യുന്ന പോലെ മേളിൽ ഇങ്ങനെ ടൈറ്റ് ആക്കണം. അപ്പോൾ ഈ മിഡ് ബാക്കി ഇവിടെ ടൈറ്റ് ആകണം. വെയിറ്റ് കുറച്ച് ചെയ്യാൻ തുടങ്ങാം, 4.5 ഇട്ട് നോക്കാം. 15 റെപ്പറ്റീഷൻ ഉള്ളതുകൊണ്ട് അധികം വെയിറ്റ് ഇട്ട് തുടങ്ങണ്ട. എങ്ങനെ പോകുമെന്ന് നോക്കിയിട്ട് ചിലപ്പം ഷോൾഡർ വലിയും. ഇങ്ങനെ എടുക്കുക, ഇത് വെയിറ്റില്ല.
എന്നിട്ട് ഒറ്റ തിരിച്ചിങ്ങനെ ഇങ്ങനെ താത്തിക്കൊണ്ടു. ആ അത് തന്നെ, അങ്ങനെ താത്തിക്കൊണ്ടു പുറകെ വരാം. ആ കേബിൾ കൺട്രോൾ ചെയ്യാൻ നോക്ക്. ആ ഇത് പയ്യെ വെയിറ്റ് കുറച്ചേ ഉള്ളെങ്കിലും ഇങ്ങനെ കൺട്രോളായിരിക്കണം ഈ ഒരു ഫ്ലോയിൽ. എന്നിട്ട് താഴോട്ട് വന്ന് ഇങ്ങനെ ഇവിടെ ടൈറ്റ് ആക്കാൻ നോക്കുക. എന്നുവെച്ചാൽ കൈ നൂർത്തി വിടരുത്, ഇവിടെ കൈ മുട്ടിങ്ങനെ ഇച്ചിരി വളഞ്ഞായിരിക്കും ഇങ്ങനെ. എന്നിട്ട് ഇതിങ്ങനെ പുള്ളപ്പ് ചെയ്യുവാന്ന് ഓർത്തേ, ഇങ്ങനെ ഒന്ന് പുള്ളപ്പ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ എങ്ങനെ വലിക്കും അത് തന്നെ. തിരിച്ച് മേളിടുവോ, മേളിൽ പോയി വെച്ചാൽ ഇത് ക്രോസ് ഓവർ എന്ന് പറയുന്നതിൻ്റെ കാരണം ഇങ്ങനെ ക്രോസ് ചെയ്യണം. എന്നിട്ട് വീണ്ടും ഇവിടുന്ന് പുള്ളപ്പ്. അത് വെയിറ്റ് ഇല്ലെങ്കിൽ പോലും ഇവിടെ ഒന്ന് ടൈറ്റ് ചെയ്യാൻ നോക്കുക, അപ്പോഴേ ആ വെയിറ്റ് അവിടെ പ്രഷർ കിട്ടത്തുള്ളൂ മേളിൽ. പോട്ടെ 3 ആയിട്ടേ ഉള്ളൂ. കൈ തലയുടെ പുറകെ തന്നെ നിർത്തിക്കുക. അത് തന്നെ. ആ അത് കൈ നൂർത്തണ്ട. നമ്മളിപ്പോൾ ഇവിടുന്ന് എടുക്കുവാണല്ലോ ഇങ്ങനെ ഇങ്ങനെ വരുന്നു ഇങ്ങനെ. ഓക്കെ. അപ്പോൾ നമ്മുടെ ബാക്ക് ആക്ടിവേറ്റ് ആവുന്നില്ല, ഇവിടെ ആക്ടിവേറ്റ് ആവുന്നില്ല. ആ അത് ടൈറ്റ് ആക്കാൻ നോക്കേ. അവിടെ ചെന്നിട്ടൊന്ന് ഹോൾഡ് ചെയ്യുക, എൽബോസ്. ആ അത് ഓക്കെ. ആ അതാണ് സാധനം. യെസ് അത് തന്നെ. ഞാൻ എണ്ണം വിട്ടുപോയി. 9 ആണോ കേട്ടോ? 6. ഓ അത്രയോ? 7. ആത്മാർത്ഥതയിൽ ഞാൻ. അപ്പം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തതിൽ എൻ്റെ ഒരു ഐഡിയോളജി എന്ന് പറയുന്നത്, ലാസ്റ്റ് സെറ്റിന് മുന്നേ എല്ലാം വെയിറ്റ് പോയെങ്കിൽ അതിനർത്ഥം നമുക്ക് ഇനിയും പറ്റുമെന്നാണ്. ഞാൻ പറയുകയാണെങ്കിൽ വെയിറ്റ് നോക്കിയും കണ്ടിടുക. 15 റെപ്പ് തന്നെയാണ്. ഇവിടെ അല്ലല്ലോ. വെയിറ്റ് ഇനി വേണം. ഇത് ഫുൾ റേഞ്ച് ഇല്ലേ, നമ്മുടെ ഈ ലാറ്റ്സ് സ്ട്രെച്ചായി നിൽക്കുന്നിടത്ത് മാത്രം ഒരു ഹാഫാ. കൊള്ളാം. അതെ, ഇത് ഒരു വെയിറ്റ് ചൂസ് ചെയ്തോ? അത് ഞാൻ അത് കിട്ടട്ടെ, സ്ട്രെച്ച് കിട്ടട്ടെ. അത് റൈറ്റാ ചെയ്യുന്നെങ്കിൽ ഇത്തിരി അങ്ങോട്ട് ഇറങ്ങി നിൽക്കുക, ഇച്ചിരി മുന്നോട്ടും. എന്നിട്ട് ഇത്തിരി ബെൻഡ് ചെയ്ത് നിൽക്കുക. നമ്മൾ ഇങ്ങനെ ഓടാനൊക്കെ ഇരിക്കുന്നില്ലേ, ആ ഒരു ഇത് എഴുതിയപ്പോഴത്തേക്കും ഇവിടുന്ന് വലിയുന്നില്ലേ, ഇവിടുന്ന് നമ്മുടെ ബോഡി തന്നെ കണ്ട എൽബോ മാത്രം അല്ല, അങ്ങനെ തന്നെ ആദ്യം പിടിച്ചോലെ തന്നെ. ഇങ്ങനെ നിൽക്കട്ടെ. ഇവിടുന്ന് എൽബോ ഇങ്ങോട്ട് വലിച്ചെടുക്കുക, എൽബോ മാത്രം. യെസ്, ദാറ്റ്സ് ഓൾ. അത്ര മതി, ഫുൾ റിലീസ് ചെയ്യരുത്. ലാറ്റ്സ് മാത്രമേ അനങ്ങാവുള്ളൂ, അതുകൊണ്ട് എൽബോ മാത്രം വലിക്കാൻ പറഞ്ഞു. കൈ ഒരിക്കലും ഇൻവോൾവ് ചെയ്യരുത്, എൽബോ മാത്രം. എൽബോ ഇങ്ങോട്ട് വലിക്കുക, ഇതിലോട്ട്. അപ്പോൾ ഇവിടെ മാത്രം ആക്ടിവേറ്റ് ആവും. യെസ്, അത് തന്നെ. നൂർത്തി തന്നെ ഇങ്ങനെ തന്നെ അല്ല, കൈ അവിടെ നൂർത്തല്ല, ഇവിടെ ഇങ്ങനെ നിൽക്കട്ടെ, ഇങ്ങനെ. അപ്പോൾ ഇവിടെ ആക്ടിവേറ്റ് ആവും. ഇതുകൊണ്ട് ലിഫ്റ്റ് അങ്ങനെ. അതെ, ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മൾ കൈ പിടിക്കുന്നതേ ഉള്ളൂ, പൊക്കുന്നു ഇവിടം കൊണ്ടാ, ഷോൾഡറിൻ്റെ ഇവിടം കൊണ്ടാ. ചെങ്ങടെ പൊങ്ങട്ടെ, കുറച്ചും കൂടെ പൊങ്ങണം. അത് പോട്ടെ. ഷോൾഡർ മൈൻഡിലുണ്ടാവട്ടെ. ഇതെന്തായിരുന്നു ഇത് വാവപ്പ്. 6.8 തന്നെ മതി, അതിൽ കൂടുതൽ ഇനി ഈ ആഴ്ച പോവില്ല. ഇനി അടുത്ത ആഴ്ച 9 നോക്കാം. ഞാൻ ലാറ്ററൽ ഡംബൽ മാത്രം ചെയ്യാറുള്ളൂ. ലാറ്ററൽ ഞാൻ മിക്കപ്പോഴും അതാ. ഇതിപ്പോൾ ആദ്യമായിട്ടാ. ഡംബൽ എപ്പോഴും സൂപ്പർ സെറ്റ്. ഞാൻ 20 റെപ്പറ്റീഷൻ 30 റെപ്പറ്റീഷനൊക്കെ ആയിരിക്കും. അങ്ങനെ ഞാൻ അപ്പോൾ മാക്സിമം പിന്നെ മാക്സ് വെയിറ്റ് എടുക്കുക. 16 ആണെങ്കിൽ അത് മാക്സിമം ചെയ്യും. പിന്നെ നേരെ 12, 8
ഒറ്റ സെറ്റ്. ഞാനിപ്പോഴും ഒരു 10 കിലോ റേഞ്ചിലാണ്, അതിന് മേളിൽ പോകാറില്ല. എന്നിട്ട് ഞാൻ നെഗറ്റീവ് 3 സെക്കൻഡ്സ് നെഗറ്റീവ് വെച്ച് അങ്ങനെയാണ് പോകുന്നത്. അതല്ലേ, അതാണെന്ന് തോന്നുന്നു എൻ്റെ ഷോൾഡർ ഏറ്റവും കൂടുതൽ ഡെവലപ്പായൊരു വർക്കൗട്ട്. ഷോൾഡറിന് എനിക്ക് വെയിറ്റ് കൂട്ടേണ്ട ആവശ്യമില്ല തോന്നുന്നു. നമ്മൾ ആ ഒരു ഫോം കറക്റ്റ് കിട്ടണം. ഞാൻ ഇങ്ങനത്തെ നിങ്ങളുടെ വീഡിയോ കണ്ട് അതിൽ ആ മെഷീൻ്റെ ശബ്ദം അങ്ങനെ തന്നെയുണ്ട്. എനിക്കിപ്പോൾ അത് കണക്ട് ചെയ്യാൻ പറ്റും. എൻ്റെ പ്രശ്നം ഉറക്കം, ഫുഡ്, ഷുഗർ. ക്വൈറ്റ് നാച്ചുറൽ. ബൾക്കിങ്ങിലാണ്, വെള്ളമാണ് മെയിൻ. ഫുള്ള് വെള്ളമാണ്. അത് ഏത് വെള്ളം? ട്രൈസെപ്സ് കിട്ടിയാൽ മതി, നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഓക്കെ. പലർക്കും പല ഒരു ശരി. അത് തന്നെ. അതിപ്പം ഞാൻ നോക്കുവാണേലും എനിക്കാണേലും സോറി വിജയ് സ്കോപ്പ് ആൾമോസ്റ്റ് സെറ്റ് ഉണ്ടാ. ഇല്ല പുള്ളിയൊന്നും പറയത്തില്ല, അറിയത്തൊന്നുമില്ല, പറഞ്ഞാലും രൂപയില്ല. ആരും മൈൻഡ് കെട്ടി കഴിഞ്ഞ് സെറ്റാ. ഞാൻ അങ്ങനെ അവരുടെതൊക്കെ ശ്രദ്ധിക്കും. രണ്ട് പോട്ടെ അടുത്താൾ കയറിക്കൂ. ഞാനാണോ? എന്താ അങ്ങനെ ഒരു ടോക്ക്? വെയിറ്റ് കൂട്ടിക്കോേ. 10 ഒരു നിമിഷം മുന്നേ പറഞ്ഞിരുന്നെങ്കിൽ, ഒന്ന് ഒച്ച വെച്ചായിരുന്നെങ്കിൽ. നൈസ്. ആ സ്ട്രെച്ചാണ് കാണേണ്ടത്. കൊള്ളാം. എത്രയായി? ഇത് വെയിറ്റ് കൂട്ടായിരുന്നു കേട്ടോ. ഇത് വെയിറ്റ് ഭയങ്കര കുറവാണല്ലോ. എൻ്റെ ശിഷ്യൻ ഇതിൽ ഒന്നേ കുറച്ച് ചെയ്തിട്ടുള്ളല്ലോ. നിങ്ങൾ ഇത്രയും വലിയ മാഡം ജിമ്മൻ. ഫുഡിൻ്റെ കേസ് പറഞ്ഞേ ഞാൻ ഓർക്കുന്നുണ്ട്. ഞാനൊക്കെ മെലിഞ്ഞ് തൊലിഞ്ഞിരുന്ന സമയത്തേ പക്ഷേ ഡയറ്റിനെ പറ്റി ആരും പറഞ്ഞു തരത്തില്ല. എല്ലാവരും എന്നാ പറയുന്നത്, കഴിച്ചോ, ഇഷ്ടം പോലെ കഴിച്ചോ, നല്ലപോലെ കഴിച്ചോ, എന്തും കഴിച്ചോ. പക്ഷെ എന്ത് കഴിക്കണം, എത്ര കഴിക്കണമെന്ന് ആരും പറഞ്ഞു തരത്തില്ല. അത് പക്ഷേ ഇപ്പോൾ കുറേ എല്ലാവർക്കും അറിയുന്നുണ്ട്. ഇപ്പോൾ ഇത്ര ആൾക്കാർ പറഞ്ഞു കൊടുക്കാനൊക്കെ ഉണ്ടല്ലോ. അത് തന്നെ വേറെ പയ്യന്മാരെൻ്റെ അടുത്തൊന്ന് പറഞ്ഞതാണേ. എൻ്റെ ആശാൻ എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ടെസ്റ്റോസ്റ്ററോൺ കുറവാണ്. വെച്ചാൽ രണ്ടാമത്തെ ആഴ്ചയൊക്കെ ആകുന്നേ ഉള്ളേ. അതുകൊണ്ട് ഇത് ഇഞ്ചെക്ട് ചെയ്യുക, ഞാൻ നിനക്കൊരു മരുന്ന് തരാമെന്നൊക്കെ പറഞ്ഞ് അതൊക്കെ എന്ത് സ്കീമാണെന്ന് എനിക്ക് മനസ്സിലായി. എന്നുവെച്ചാൽ അവന് വർക്കൗട്ട് അറിയത്തുപോലുമില്ല. രണ്ടാമത്തെ ആഴ്ച മൂന്നാമത്തെ ആഴ്ചയൊക്കെ ആകുമ്പോഴേ അത് വൻ ബിസിനസ്. എന്ത് ഭംഗി കാണിക്കുന്നത്, മുന്നോട്ട് ആഞ്ഞിന്ന്. അതല്ല മറ്റേ ഇങ്ങനെ നിൽക്കുക. കാരണം നിങ്ങൾക്കിപ്പോൾ ആദ്യമായിട്ടായതുകൊണ്ട് സ്ട്രെച്ച് കിട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞിരുന്നത്. മുന്നോട്ട് ആഞ്ഞ് നിൽക്കുന്ന പോലെ തന്നെ നിൽക്കേ. എൻ്റെ കൈ ഇവിടെ വാ, ഞാൻ എവിടെ വെക്കണം, ചെവിയുടെ അടുത്ത് വാ, ചെവിയുടെ റേഞ്ച് വാ. സ്ട്രെച്ച് താഴ്ത്തി പോട്ടെ. അത് വേദനിക്കും, പിന്നെ സുഖിക്കാൻ വേണ്ടിയാണോ ചെയ്യുന്നത്? പയ്യെ ശരിയായിക്കോളൂ. ഇന്ന് പുള്ളി ഉള്ളതുകൊണ്ട് ഇത്രയും റെസ്റ്റ് നിങ്ങൾക്ക് കിട്ടിയെന്നാലോചിക്ക്. തലക്കടിക്കുകയല്ല, സൈഡിലോട്ട് പോകാനാണ് ചെയ്യാറ് ഒറ്റയ്ക്കായിട്ട്. നമ്മൾ കട്ടിങ് ഫേസിലാണ്, ഞാൻ പറഞ്ഞില്ലേ നമുക്ക് സ്പീഡിൽ മെയിൻ പോസിങ് നമുക്ക് ലാസ്റ്റ് ചെയ്യാം. എൻ്റെ മോനെ ഇതെന്തു പോയത്? ഇതാ ഞാൻ ആദ്യമേ പറഞ്ഞത്. പുള്ളി ആദ്യം കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ സെറ്റാണല്ലോ അത്. ഷോൾഡർ ട്രാപ്സ് പോലെയാണ്.
കൊള്ളാലോ. നിങ്ങളുടെ ഹൈറ്റ് നിങ്ങൾ ഫുള്ള് സെറ്റാണല്ലോ. നിങ്ങളെ ബോഡി നിറഞ്ഞാ നിൽക്കുന്നത്. കൊള്ളാം, നൈസാണ്. അടിച്ച് ഞാൻ മാട്ട കയറ്റും ഞാൻ. പക്ഷെ നിങ്ങളുടെ ഫ്രെയിമിൽ നിങ്ങൾ കറക്റ്റ് സൈസാണ്. ഒന്ന് സ്ട്രൈറ്റ് ഒന്ന് പോസ് ചെയ്താൽ ഫ്രണ്ട് ഡബിൾ ബൈസപ്പ് ഒന്ന് നോക്കി. ലാറ്റ്സ് എങ്ങനെ പോകുന്നു നോക്കട്ടെ. ഓക്കെ, നൈസാണ്. നിങ്ങളുടെ ഫ്രെയിമിൽ നിങ്ങൾ കറക്റ്റ് സൈസിലാണ് നിൽക്കുന്നത്. പിന്നെ എൻ്റെ ഹൈറ്റിനനുസരിച്ചുള്ള വ്യത്യാസം മാത്രം നോക്കുമ്പോൾ ഇത് വരുന്നുള്ളൂ. അല്ലാണ്ട് നിങ്ങളുടെ ഫ്രെയിമിൽ നിങ്ങൾ കറക്റ്റ് സൈസിലാണ് നിൽക്കുന്നത്. ഇവൻ ഇതുണ്ടോ, കൈയുടെ പ്രൊപ്പോർഷനൊക്കെ നോക്കിയാൽ ഇതുണ്ടോ, നിങ്ങളുടെ ഹൈറ്റിന് എന്നെക്കാളും നിങ്ങൾക്ക് കൈക്ക് സൈസ് ഉണ്ട്. അതെ, കൂട്ടണ്ടത്. ഇതിപ്പോൾ നിങ്ങളുടെ ബോഡി കണ്ട് ഞാനിങ്ങനെ പറഞ്ഞു തരുന്നത് എനിക്ക് തന്നെ നാണക്കേടാ. അല്ല, ഞാൻ സൈസ് കയറ്റുമ്പോൾ ഞാൻ സെയിം റെപ്രേഞ്ചില്ല. അപ്പോൾ ഇത് നമ്മുടെ സാധനം എന്ന് പറയുന്നത് മുന്നോട്ട് കൊണ്ടുപോകണ്ട, ഇവിടെ തന്നെ നിൽക്കട്ടെ. ബോഡിയോട് ചേർന്ന് തന്നെ സാധനം നിൽക്കട്ടെ. ബോഡിയിൽ നിന്ന് അകന്നു പോയൊരു സാധനം ബോഡിയോട് ചേർന്ന് തന്നെ നിൽക്കട്ടെ. ഇതിങ്ങനെ തന്നെ നിൽക്കട്ടെ. എന്നിട്ട് ഹാഫേ പോകുന്നുള്ളൂ, മേളിലോട്ട് കയറ്റുന്നില്ല. ഇവിടെ വെയിനൊക്കെ സ്കിന്നി ആയിട്ടിരിക്കുന്നവർക്ക് പിന്നെ പറയേണ്ട കാര്യമുണ്ടോ? ഈ മേളി 2 സെക്കൻഡ് ഹോൾഡുണ്ടേ, 1 or 2 seconds. അല്ല, എപ്പോഴും 12. അതെ, കൈ ഇവിടെ ക്ലോസ്. അല്ല, അങ്ങനെ കിടന്നു. എന്നിട്ട് കൈ ഇവിടെ ക്ലോസ് വെച്ചിട്ട് ഇവിടുന്ന് പൊക്ക്. ആ പീക്കിൽ 2 seconds ഇവിടെ താത്ത് പൊക്ക്. 1 2 താത്ത്. അത് എന്നുവെച്ചാൽ ഇവിടെ വരുമ്പോഴത്തേക്കും നമ്മൾ മസിൽ ഇങ്ങനെ പിടിച്ച് കാണിക്കത്തില്ല ആൾക്കാരെ. അവിടെ അതുപോലെ പ്രഷർ കൊടുക്കുക. അവിടെ നിങ്ങൾക്ക് തന്നെ കാണാമല്ലോ, എന്നെക്കാളും ബോഡിയാണ്. ഞാൻ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ലാത്തതാണ്. കൺസിസ്റ്റൻസി ഇല്ലെന്നാണ് പറയാം. അപ്പോൾ കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ ഏത് റേഞ്ചിൽ ചെന്നതിനാണ് ഞാൻ ആലോചിക്കുന്നത്. എവിടെ 2 seconds ഹോൾഡൊന്നും ഞാൻ കാണുന്നില്ല. വാ, ഇനി വാ. അവിടെയല്ല, ഇനി പോരെ. നമ്മുടെ അരിമ ശിഷ്യൻ 2 സെക്കൻഡ് ഇട്ട് കാണിക്കുന്നതാണ്. കൈ ഇവിടെ ബോഡിയോട് ചേർന്ന് പുറകില്. എന്നിട്ട് ചാഞ്ഞ് കിടക്കുക. നീ പോക്ക്. മസിലോടെ പിടിച്ച് 2 സെക്കൻഡ് ഹോൾഡ്. ആറിങ്ങെടുത്തേ കൈ ഇവിടെ. ഭയങ്കര വെയിറ്റ് ആണ്. അവിടെ 2 സെക്കൻഡ് ഹോൾഡ് ഉണ്ട്. മേളി വന്ന് നിൽക്കുക. 1 2 താഴെ. 1 2 താഴെ. 1 2 3.